അല്ല, നമ്മളിപ്പോൾ എന്ത് വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വന്നത്? നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. നമുക്കവിടെ മാറി നിന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഞാൻ പറയട്ടെ, ഞാൻ പറയാം, അത് പറയാം. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിരുത്താൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കാ സംശയമുള്ളത് അങ്ങോട്ട് മാറി നിന്നാൽ നമുക്ക് സംശയം തീർത്തു തരാം. പറഞ്ഞോ അതെ, പറഞ്ഞല്ലോ. അത് പാർട്ടി അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് KPCC നേതൃത്വം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. അല്ലാതെ പണം കിട്ടണമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ടല്ല പണം കൊടുക്കാൻ പറ്റൂ. അല്ലാതെ അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് പണം എങ്ങനെ കൊടുക്കുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. പണം കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മൾ കാണുമല്ലോ, അപ്പൊ വീണ്ടും ചോദിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ സംസ്ഥാനം നടത്തുന്ന അന്വേഷണങ്ങൾ എത്ര കാലമായി നടക്കുന്നു? ഏതെങ്കിലും അന്വേഷണം പൂർത്തിയായിട്ടുണ്ടോ? പറയൂ. അപ്പൊ അന്വേഷണത്തിന് ഒരു കമ്മീഷൻ ഏൽപ്പിച്ചാൽ അവർക്ക് ഒരു കാലപരിധിയുണ്ട്. അതിനകത്ത് അന്വേഷണം നടത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ പാർട്ടിക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തിയുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. പാർട്ടി ചതിച്ചു അവര് തന്നെ പറയുമ്പോൾ നമ്മളെ പ്രതിപക്ഷത്തിന്റെ ജോലി ഭരണപക്ഷത്തിന്റെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണുക, ജനവിരുദ്ധ നയങ്ങളെ തിരുത്തുക. അതിനായി സമരം സംഘടിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. ആ പ്രതിപക്ഷത്തിനകത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിനൊന്നും ആർക്കും തർക്കം വേണ്ട.